ഹലോ സ്റ്റുഡൻസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? അപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയിട്ട് എല്ലാവരും വീട്ടിലിരിക്കുകയായിരിക്കും. ചില സ്ഥലങ്ങളിലൊക്കെ ക്ലാസ് 8ൻ്റെ ചാപ്റ്റേഴ്സൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്ലാസ് 8ൻ്റെ സിവിക്സിലെ ചാപ്റ്റർ 1 ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 1 നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പ്രശ്നങ്ങൾ കാരണം നമുക്ക് ബാക്കിയുള്ളത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ നമ്മുടെ ഒരുപാട് കൂട്ടുകാരുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ പാർട്ട് 2 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വീഡിയോ. അപ്പോൾ ഇഫ് യു ആർ ന്യൂ ടു ദിസ് ചാനൽ, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദ ചാപ്റ്റർ. നമ്മൾ ലാസ്റ്റ് പാരഗ്രാഫായിട്ടുള്ള സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് പേർപ്പസ് തൊട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ മുന്നേ ഒരു പാരഗ്രാഫും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. As in the game of football, in which a change in the constitutive roles will change the game altogether, Nepal, by moving from a monarchy to a democratic government, needs to change all its constitutive rules in order to usher in a new society. അപ്പോൾ ഫുട്ബോളിൽ എന്തെങ്കിലും ഗെയിമിൽ ചേഞ്ചുകൾ വരുത്തുകയാണെങ്കിൽ ഗെയിമേ മാറിപ്പോകും അല്ലേ? അതുപോലെ തന്നെയാണ് നേപ്പാളിൽ എന്തായി, മൊണാർക്കി അതായത് കിങ്ങിൻ്റെ റൂളിൽ നിന്നും ഡെമോക്രസി അതായത് പീപ്പിൾ ഗവേൺ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നു. എന്തിനു വേണ്ടിയിട്ട്? ഒരു ന്യൂ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് അല്ലേ? അഷർ ഇൻ എ ന്യൂ സൊസൈറ്റി, അല്ലെങ്കിൽ പുതിയൊരു സൊസൈറ്റിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. This is why the people of Nepal adopted a new constitution for the country in 2015. അതുകൊണ്ടാണ് 2015 അവർ പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന് പറഞ്ഞത്. The caption alongside elaborates Nepal's struggle for the government democracy. Okay. The second important purpose of a constitution is to define the nature of a country's political system. രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് തിങ് എന്താണെന്ന് വെച്ചാൽ, കോൺസ്റ്റിറ്റ്യൂഷൻ എന്തിന് ഉപകരിക്കും? ഒരു കൺട്രിയുടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെ നേച്ചർ ഡിഫൈൻ ചെയ്യുന്നതാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷന്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നേപ്പാൾ ഏർലിയർ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റഡ് ദാറ്റ് ദ കൺട്രി വാസ് ടു ബി റൂൾഡ് ബൈ ദ കിങ് ആൻഡ് ദ കൗൺസിൽ ഓഫ് ദ മിനിസ്റ്റേഴ്സ്. അപ്പോൾ നേപ്പാളിൽ മുന്നേ കിങ് മൊണാർക്കി റൂളായത് കാരണം അവിടെ കിങ്ങും അതുപോലെ തന്നെ കിങ്ങിൻ്റെ കീഴിലുള്ള കുറച്ച് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് മാത്രമായിരുന്നു ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ പറയാറുണ്ടായിരുന്നത്. പക്ഷേ എപ്പോഴാണോ ഈ കൺട്രി ഡെമോക്രസി അക്സെപ്റ്റ് ചെയ്തത്, അതിനുശേഷം ഈ കോൺസ്റ്റിറ്റ്യൂഷനാണ് എന്തെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കുന്നത്. ഓക്കെ. So the constitution plays a crucial role in laying out certain important guidelines that govern decision making within these societies. Next is that in the next paragraph, in a democracy, we choose our leaders so that they can exercise power responsibility on our behalf. However, there is always the possibility that these leaders might misuse their authority, and the constitution usually provides safeguards against this. അപ്പോൾ ഡെമോക്രസിയിലെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ തന്നെയാണല്ലോ അല്ലേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ ലീഡേഴ്സിനെയൊക്കെ തിരഞ്ഞെടുക്കാറുണ്ടായിരുന്നത്. പക്ഷേ അതൊരു മിസ്യൂസ് ആയിട്ട് കാണാൻ പറ്റില്ല. ലീഡേഴ്സ് അവരെ നമ്മൾ തിരഞ്ഞെടുത്തതിന് ശേഷം ലീഡേഴ്സ് അവരുടെ പവർ മിസ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് അതിൻ്റേതായി തക്ക നടപടികൾ എടുക്കാവുന്നതാണ്. അപ്പോൾ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ will provides safeguards to us against this. Okay. This misuse of authority can result in gross injustice as demonstrated in the classroom situation below. അല്ലേ? ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത് ഇവിടെ ഒരു കാർട്ടൂണിൽ കാണിച്ചിട്ടുള്ളൊരു സ്റ്റോറിയാണ്. അപ്പോൾ ഒരു ഷോർട്ട് സ്റ്റോറി പോലെ. അപ്പോൾ സുരേഷ് ഈസ് എ ക്ലാസ് മോണിറ്റർ. ഹീ ഈസ് എ ബുള്ളി. ഹിസ് ക്ലാസ്മേറ്റ്സ് ആർ നോട്ട് ടു ഫൗണ്ട് ഓഫ് ഹിം ആൻഡ് മിസ്സസ് റാവു, the class teacher, has to leave the classroom on some urgent work. She asked Suresh to mind the class. Suresh start picking on Anil. അതായത് സുരേഷ് ക്ലാസ് മോണിറ്ററാണ്. അപ്പോൾ അവനൊരു കുരുത്തക്കെട്ടൊരു പയ്യനാണ് കേട്ടോ, ഒരു കുസൃതിയുള്ള ടൈപ്പ് പയ്യനാണ്, ഒരു ശല്യപ്പെടുത്തുന്ന ടൈപ്പാണ്. അപ്പോൾ ക്ലാസ് റൂംസിലെ കുട്ടികളിലൊന്നും വരെ ക്ലാസ്മേറ്റ്സിനൊന്നും അവന് വലിയ താല്പര്യമില്ല, ഇഷ്ടമില്ല. ടീച്ചർ പെട്ടെന്നൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് മിസ്സസ് റാവു ക്ലാസ് റൂമിൽ നിന്ന് ലീവ് ചെയ്യേണ്ട അവസ്ഥ വന്നപ്പോൾ സുരേഷിനോട് ക്ലാസ്സൊക്കെ നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് സുരേഷ് എന്ത് ചെയ്തു? നമ്മുടെ അനിലിനെ ശല്യപ്പെടുത്താൻ തുടങ്ങി. ഓക്കെ.
അനിൽ, ടുഡേ ഐ എം ഗോയിങ് ടു റിപ്പോർട്ട് യു ടു മിസ്സസ് റാവു, ബട്ട് വാട്ട് ഐ ഹാവ് ഡൺ, അല്ലേ, ഞാൻ നിന്നെ കംപ്ലയിൻറ്റ് ചെയ്യാൻ പോവാണ് അനിൽ. അനിൽ ചോദിച്ചു, നീ എന്താ, ഞാൻ എന്താ ചെയ്തത്? മാം, while you were away, Anil kept talking loudly and disturbing the class. He would not listen to me. അല്ലേ, അപ്പോൾ റാവു തിരിച്ചു വന്നപ്പോൾ ഇവൻ പറയാണ്, അതായത് സുരേഷ് പറയാണ്, മാം പുറത്ത് പോയപ്പോൾ അനിൽ നല്ലോണം സൗണ്ട് ഉണ്ടാക്കി ക്ലാസ്സിനെ ഡിസ്റ്റർബ് ചെയ്തു, അവൻ ഞാൻ പറയുന്നൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല എന്ന്. അനിൽ, യു വിൽ ഹാവ് ടു സ്റ്റേ ബാക്ക് ആഫ്റ്റർ സ്കൂൾ ടുഡേ ആൻഡ് റൈറ്റ് ഐ വിൽ നോട്ട് disobey the class monitor in 100 times or 100 times. അപ്പോൾ അവനോട് പറഞ്ഞു, നീ 100 വട്ടം ഞാൻ ഒരിക്കലും ഇനി ക്ലാസ്സിൽ സംസാരിക്കില്ലെങ്കിൽ ക്ലാസ് മോണിറ്ററിനെ ഞാനിനി അംഗീകരിക്കാതിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് 100 വട്ടം എഴുതാൻ പറഞ്ഞു സ്കൂൾ വിട്ടതിന് ശേഷം. ബട്ട് മാം, ഐ ഡിഡ് നോട്ട് ഡു എനിത്തിങ്. മാം, ഞാൻ ഒന്നും ചെയ്തില്ല. അപ്പോൾ ഇത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ചില ലീഡേഴ്സ് അവരുടെ പവർ എന്ത് ചെയ്യുന്നുണ്ട്, മിസ്യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ കാർട്ടൂണിൽ കാണിച്ചിട്ടുള്ളത്. ഇൻ ഡെമോക്രാറ്റിക് സൊസൈറ്റീസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫൻ ലേസ് ഡൗൺ റൂൾസ് ദാറ്റ് ഗാർഡ്സ് അഗെയിൻസ്റ്റ് ദ മിസ്യൂസ് ഓഫ് ദ അതോറിറ്റി ബൈ അവർ പൊളിറ്റിക്കൽ ലീഡേഴ്സ്. ആൻഡ് ഇൻ കേസ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, about which you will read more in the later chapter, many of the laws are contained in the section ഓൺ ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അല്ലേ. അതായത് നമ്മൾ പറഞ്ഞു, കോൺസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനത്തെ എന്തെങ്കിലും മിസ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളെ അതിനെതിരെ സേഫ് ഗാർഡ് ചെയ്യും. അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പറ്റി നമുക്ക് അടുത്ത നെക്സ്റ്റ് ചാപ്റ്റേഴ്സിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ്. കൂടുതലായിട്ടും പറയുന്നത് ലോസിനെ കുറിച്ചായിരിക്കും, അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അല്ലെ, തുല്യാവകാശത്തെ പറ്റി, അടിസ്ഥാന അവകാശത്തെ പറ്റിയാണ് പറയുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, കഴിഞ്ഞ വർഷം ക്ലാസ് 7th ഓം പ്രകാശ് വാൽമീകി, ഒരു ദളിത് റൈറ്ററിൻ്റെ അദ്ദേഹത്തിനോട് ചെയ്ത ഓരോ എക്സ്പീരിയൻസസും അല്ലെങ്കിൽ അദ്ദേഹം അനുഭവിച്ച ഓരോ എക്സ്പീരിയൻസൊക്കെ നമ്മൾ ലാസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇൻ ദാറ്റ് ചാപ്റ്റർ നമ്മൾ കൂടുതലായിട്ടും പറഞ്ഞത് ഡിസ്ക്രിമിനേഷനെ പറ്റിയിട്ടായിരുന്നു, അല്ലേ. അതായത് അനീതിയായിട്ട് ഇങ്ങനെ ഒരു റേസ്, കാസ്റ്റിൻ്റെ പേരിലൊക്കെ ആൾക്കാരോട് മിസ്ബിഹേവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്നത് എല്ലാ പേഴ്സണിലും ഗ്യാരണ്ടീഡ് ആണ്, അല്ലേ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ ഒരു സിറ്റിസണും ഒരു റിലീജിയൻ്റെ പേരിലോ റേസിൻ്റെ പേരിലോ കാസ്റ്റ്, ജെൻഡർ, അല്ലെങ്കിൽ എവിടെ ജനിച്ചു എന്ന പേരിലോ ഒരു അന്യായമോ അനീതിയോ അനുഭവിക്കേണ്ട ഒരു ആവശ്യമില്ല. എല്ലാവർക്കും എന്തുണ്ട്, ഇക്വാലിറ്റിയുടെ റൈറ്റ് ഉണ്ട്. ദ റൈറ്റ് ടു ഇക്വാലിറ്റി ഈസ് വൺ ഓഫ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഗ്യാരണ്ടീഡ് ബൈ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ല, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കുന്ന ഒരു ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു അവകാശമാണ് റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്നത്. So next is that another important function that a constitution plays in a democracy is to ensure that dominant people does not use its power against other less powerful or less പവർ പീപ്പിൾ. അതായത് വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ, കോൺസ്റ്റിറ്റ്യൂഷൻ എപ്പോഴും നോക്കണം എന്ത്, ഈ പറയുന്ന ഡോമിനൻ്റ് ആയിട്ടുള്ള പീപ്പിൾ ഒരിക്കലും ഇങ്ങനെ ഡോമിനൻസി കുറവുള്ള ആൾക്കാരിൽ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അടിച്ചമർത്തപ്പെടാൻ പാടില്ല. അപ്പോൾ ഈ ഒരു കാര്യമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അടുത്ത ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ തന്നെ ലീഡേഴ്സിനെ വോട്ട് ചെയ്തിട്ട് ഇലക്ട് ചെയ്യുന്നു, അതിന് ശേഷം മെജോറിറ്റി ഗ്രൂപ്പായിരിക്കും നമ്മൾ റൂൾ ചെയ്യുക. അപ്പോൾ അതൊരിക്കലും മൈനറായിട്ടുള്ള ഗ്രൂപ്പിൻ്റെ മേലിൽ ഒരു ലോസോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളോ അടിച്ചമർത്തിപ്പെടാൻ പാടില്ല. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഈ ക്ലാസ് റൂം സിറ്റുവേഷൻ, നെക്സ്റ്റ് ക്ലാസ് റൂം സിറ്റുവേഷനിലുണ്ട്. അതായത് ഒരു PT പീരീഡാണ്. അപ്പോൾ ബോയ്സിന് എല്ലാവർക്കും ക്രിക്കറ്റ് കളിക്കണം എന്ന് പറഞ്ഞു, ഗേൾസ് പറഞ്ഞു അവർക്ക് ബാസ്കറ്റ് ബോൾ കളിക്കണം, ഇന്നത്തേക്കൊരു ദിവസം മാത്രം. അപ്പോൾ എപ്പോഴും നിങ്ങൾ ബോയ്സ് ആണല്ലോ മെജോറിറ്റി ആയിട്ടുള്ള, അപ്പോൾ ഞങ്ങൾക്ക് കളിക്കണം എന്ന് പറഞ്ഞപ്പോൾ മാം നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഡിസിഷൻ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ എന്ത് ചെയ്തു, പ്രോബ്ലം സെറ്റിൽ ചെയ്തപ്പോൾ അവസാനം മെജോറിറ്റി ആൾക്കാർ പറയുന്നത് ക്രിക്കറ്റ് കളിക്കണം എന്നാണ്. അറ്റ് ലാസ്റ്റ് അവരെന്തായി, ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങി. അപ്പോൾ ഒബ്വിയസ്ലി ദർ ആർ മോർ ബോയ്സ് ഇൻ ദ ക്ലാസ്, അല്ലേ. ആ കുട്ടി ലാസ്റ്റ് പറയുന്നത് ഒരുപാട് ബോയ്സ് ഉണ്ട്. അതായത് മെജോറിറ്റി ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും എന്ത് ചെയ്യും, മൈനോറിറ്റി ആയിട്ടുള്ള ആൾക്കാരിൽ അവരുടേതായിട്ടുള്ള ഫോഴ്സ് കൊടുക്കുന്നത്. Such unhealthy situations can occur in democratic societies too. നമ്മുടെ ഡെമോക്രാറ്റിക് സൊസൈറ്റീസിലും ഈ പറഞ്ഞ ക്ലാസ് റൂം സിറ്റുവേഷൻ ഉണ്ടാവാല്ലേ, ഉണ്ടാവാതെ ഒരിക്കലും ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. Where a majority can continuously enforce decisions that exclude minorities and go against their interest, അല്ലേ. അവർക്ക് വേണമെങ്കിൽ മെജോറിറ്റി ഗ്രൂപ്പിന് വേണമെങ്കിൽ അല്ലെങ്കിൽ മുൻതൂക്കമുള്ള ഗ്രൂപ്പിന് വേണമെങ്കിൽ അവരുടേതായിട്ടുള്ള ഇൻട്രസ്റ്റ് കാണിച്ചിട്ട് മൈനോറിറ്റീസിനെ എക്സ്ക്ലൂഡ് ചെയ്യാനുള്ള ഒരു പവറുണ്ട്.
അപ്പോൾ എവറി സൊസൈറ്റീസ് ഈസ് പ്രോൺ ടു ദിസ് ടൈറണി ഓഫ് ദ മെജോറിറ്റി, അല്ലെങ്കിൽ എല്ലാ സൊസൈറ്റീസും ഈ ടൈറണി അല്ലെങ്കിൽ ഈ ക്രൂവൽറ്റി, ടൈറണി എന്ന് പറയുമ്പോൾ ക്രൂവൽറ്റി എന്നാണ്, അപ്പോൾ അതിന് വിധേയമായവരാണ് അല്ലെങ്കിൽ അത് അനുഭവിക്കപ്പെട്ടവരാണ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ യൂഷ്വലി കണ്ടെയ്ൻസ് റൂൾസ് ദാറ്റ് എൻഷുവർ ദാറ്റ് മൈനോറിറ്റീസ് ആർ നോട്ട് എക്സ്ക്ലൂഡഡ് ഫ്രം എനിത്തിങ് ദാറ്റ് ഈസ് റുട്ടീൻലി അവൈലബിൾ ടു ദ മെജോറിറ്റി. കോൺസ്റ്റിറ്റ്യൂഷൻ എപ്പോഴും എന്താണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അതായത് മൈനോറിറ്റീസ് ഒരിക്കലും മെജോറിറ്റി എക്സ്ക്ലൂഡ് ചെയ്യാൻ പാടില്ല, എപ്പോഴും മെജോറിറ്റി മാത്രം അങ്ങനെ ദയാ പോരാ എന്നുള്ളൊരു അവകാശമൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട്. പിന്നെ വേറൊരു റീസൺ എന്തുകൊണ്ടാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനത്തെ ടൈറണി അല്ലെങ്കിൽ ക്രൂവൽറ്റി പ്രിവെൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ദിസ് ക്യാൻ റെഫർ ടു വൺ കമ്മ്യൂണിറ്റി ഡോമിനേറ്റിംഗ് other is called inter-community domination, or the members of one community dominating others within the same community, that is intra-community domination. അപ്പോൾ there are two types of domination ഉണ്ട്, ഒന്ന് inter-community dominationും ഒന്ന് intra-community domination. അതായത് ഇപ്പോൾ മെജോറിറ്റി മൈനോറിറ്റി തമ്മിലുള്ള എന്തെങ്കിലും ഡോമിനേഷൻ വരികയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയുന്നു, ഇൻ്റർ-കമ്മ്യൂണിറ്റി ഡോമിനേഷൻ എന്ന് പറയുന്നു. ഇനിയിപ്പോൾ ഒരു മെജോറിറ്റി ഗ്രൂപ്പിൽ തന്നെ അവിടെ തമ്മിലുള്ള പരസ്പരമുള്ള കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ ആ മെജോറിറ്റി ഗ്രൂപ്പിലുള്ള കമ്മ്യൂണിറ്റീസ് തമ്മിൽ ഇങ്ങനെ ഡോമിനേഷൻ കാണിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ഇൻട്രാ കമ്മ്യൂണിറ്റി ഡോമിനേഷൻ എന്ന് പറയാം. നെക്സ്റ്റ് യൂസ് ദാറ്റ് a third significant reason why we need a constitution is to save us from ourselves. ഒന്നാമത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വേറൊരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് മേ സൗണ്ട് സ്ട്രേഞ്ച്, ബട്ട് വാട്ട് ഈസ് മീൻ ബൈ ദാറ്റ് ഇസ് വി മൈറ്റ് ഫീൽ സ്ട്രോങ്ലി അബൌട്ട് an issue that might go against our larger interest and the constitution help us to അഗെയിൻസ്റ്റ് ദിസ് അല്ലേ. അതായത് നമുക്ക് ഭയങ്കര അത്ഭുതമായി തോന്നും അല്ലേ, നമ്മളത് ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്നല്ലേ അല്ലേ. പക്ഷേ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം, we might at times feel strongly about an issue that might go against our larger interest and the constitution. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂവിനെ പറ്റി എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എപ്പോഴും നമ്മളെ ഗൈഡ് ചെയ്യും. അപ്പോൾ ഒരു സ്റ്റോറി നോക്കുകയാണെങ്കിൽ പറയാം. ഇപ്പോൾ ഷബ്നത്തിന് ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ കൺഫ്യൂഷനാണ്, അതായത് 2 ദിവസം കഴിഞ്ഞാൽ ടുമോറോ അവർക്ക് എക്സാംസ് ഉണ്ട്. ആ സമയത്ത് തന്നെ അവളുടെ ഫേവറേറ്റ് പ്രോഗ്രാം അവളുടെ ടി വിയിലുണ്ട്. അപ്പം എല്ലാവരും വീട്ടിലത് ആ ടി വി പ്രോഗ്രാം കാണും. അപ്പോൾ അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റിവിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ശബ്നം ഭയങ്കര ഒരു അവസ്ഥയിലാണല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് ശബ്നം വറീഡാണെന്ന് അമ്മ ചോദിച്ചു. അപ്പോൾ എനിക്ക് ടി വി പ്രോഗ്രാം വാച്ച് ചെയ്യണം, എല്ലാവരും വാച്ച് ചെയ്യുമ്പോൾ ഞാൻ ഇരുന്ന് വാച്ച് ചെയ്യും, പക്ഷെ എനിക്ക് പഠിക്കാൻ പറ്റില്ല എന്നല്ല പറഞ്ഞപ്പോൾ അവസാനം ആരും എന്ത് ചെയ്തില്ല, ടി വി പ്രോഗ്രാം കണ്ടില്ല. അപ്പോൾ ഷബ്ന എന്താ മനസ്സിൽ പിറ്റേ ദിവസം എക്സാമിന് വിചാരിച്ചതെന്ന് വെച്ചാൽ, ഇറ്റ്സ് ഗുഡ് തിങ് ദാറ്റ് ഐ ഡിഡ് നോട്ട് വാച്ച് ടി വി, ദർ ആർ സോ മെനി ക്വസ്റ്റ്യൻസ് ഫ്രം ദ ലാസ്റ്റ് 2 ചാപ്റ്റേഴ്സ്. അപ്പോൾ ഷബ്നത്തിന് തോന്നി ടി വി കാണാത്തത് നന്നായി, കാരണം എന്ന് വെച്ചാൽ ലാസ്റ്റ് 2 ചാപ്റ്റേഴ്സിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിരുന്നു എന്നൊക്കെ. സിമിലർലി അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷന് നമ്മളെ എന്തെങ്കിലും ഡിസിഷൻസിനും കാര്യത്തിനൊക്കെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാനും, അതുപോലെ തന്നെ അത് വി മൈറ്റ് ടേക്ക് ദാറ്റ് കുഡ് ഹാവ് ആൻ അഡ്വേഴ്സ് ഇഫക്റ്റ് ഓൺ ദ ലാർജർ പ്രിൻസിപ്പിൾസ് ദാറ്റ് ദ കൺട്രി ബിലീവ്സ്. അപ്പം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഡിസിഷൻസൊക്കെ അപ്രൂവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള അതിന് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ സഹായിക്കും. For example, it is possibly that many people who live in a democracy might come to strong feel that the party politics has become so acrimonious that we need a strong dictator to set this right. അല്ലേ, അപ്പോൾ എപ്പോഴും ഒരു ഡെമോക്രസിയിൽ തന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടി അതിൻ്റേതായിട്ടുള്ള റൂഡായിട്ടുള്ള ബിഹേവിയർ കാണിക്കുമ്പോൾ ഒരു ഡിക്റ്റേറ്ററിൻ്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു കാഴ്ചക്കാരൻ്റെ ആവശ്യമുണ്ട് ഇതൊന്ന് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. Swept by this emotion, they may not realize that a long run dictator rule goes against all their interest. അല്ലേ, പക്ഷേ അവർ വിചാരിക്കും ഈ ഡെമോക്രസി തന്നെയാണ്, പക്ഷേ ഒരു ലീഡർ പോലെ ഒരാൾ വേണം, അല്ലെങ്കിൽ ഒരു ഡിക്റ്റേറ്റർ വേണം, അത് നന്നായിരിക്കും. പക്ഷേ ഇങ്ങനത്തെ ഇമോഷൻസിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു കാര്യം റിയലൈസ് ചെയ്തതെന്ന് വെച്ചാൽ, ഡിക്റ്റേറ്റർ റൂള് വന്നാൽ എന്ത് ചെയ്യും, നമ്മുടെ എല്ലാവിധ കാര്യങ്ങളും നശിച്ചു പോകില്ല, അല്ലെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റിലെ ഡിസിഷൻസൊക്കെ അതിനൊരു കാര്യമില്ലാത്തൊരവസ്ഥയാകും. എ കോൺസ്റ്റിറ്റ്യൂഷൻ ഡസ് നോട്ട് അലോ ദീസ് വീംസ് ടു ചേഞ്ച് ഇറ്റ്സ് ബേസിക് സ്ട്രക്ചർ. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷന് നല്ലൊരു കോൺസ്റ്റിറ്റ്യൂഷന് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഡിക്റ്റേറ്റർ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റേതായിട്ടുള്ള സ്ട്രക്ചറിൽ യാതൊരു ചേഞ്ച് വരുത്താതായിരിക്കും എല്ലാം ശരിയാക്കുക. ഇറ്റ് ഡസ് നോട്ട് അലോ ഫോർ ദ ഈസി ഓവർത്രോ ഓഫ് പ്രൊവിഷൻസ് ദാറ്റ് ഗ്യാരണ്ടി റൈറ്റ്സ് ഓഫ് സിറ്റിസൻസ് ആൻഡ് പ്രൊട്ടക്ട് ദെയർ ഫ്രീഡം. അപ്പോൾ സിറ്റിസൻസിൻ്റെ
പേഴ്സൻ്റെ റൈറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും ഫ്രീഡത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും അവരെന്ത് ചെയ്യില്ല, ഇൻഡൽജ് ചെയ്യല്ലേ അല്ലേ. അവരെല്ലാവർക്കും ഇക്വാലിറ്റിയും അതേപോലെ തന്നെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. അപ്പോൾ ഫ്രം ദ എബോവ് ഡിസ്കഷൻ നമുക്ക് എന്ത് മനസ്സിലായി, കോൺസ്റ്റിറ്റ്യൂഷന് ഡെമോക്രാറ്റിക് സൊസൈറ്റീസിലൊരു ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ടെന്ന് മനസ്സിലാക്കി. ഒരുപാട് ഫങ്ഷൻസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു വിത്ത് പിക്ചോറിയൽ കാർട്ടൂൺ റെപ്രസെൻറ്റേഷൻ വഴി. സോ in next class we will be discussing about the constitution key features ne patti aayirikkum. So hopefully you enjoyed the class. If you have any queries, please do comment it in the comment box. ഏതെങ്കിലും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. So take care, stay home and stay safe and have a nice day.